പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ ജനകീയ പ്രക്ഷോഭം ഒരു മാസം പിന്നിട്ടു. പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കാനാണ് ജനങ്ങളുടെ നീക്കം. പാക് സൈന്യത്തെ പിൻവലിക്കണമെന്നും ആവശ്യം. സൈന്യം വധിച്ചവരുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നു. പാക് ഭരണകൂടവുമായി യാതൊരു ഒത്തുതീർപ്പിനുമില്ലെന്ന് വ്യക്തമാക്കിയാണ് പ്രക്ഷോഭകർ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുന്നത്. പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പോലും സൈന്യം വിട്ടു നൽകുന്നില്ലെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട്. പാക് സൈന്യം ഇതുവരെ വിട്ടു നൽകിയത് 3 മൃതദേഹങ്ങൾ മാത്രമാണ്. പ്രക്ഷോഭകർക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ 59 പേർ കൊല്ലപ്പെട്ടെന്നാണ് ഔദ്യോഗിക കണക്ക്. എന്നാൽ പാക് സൈന്യത്തിന്റെ ക്രൂരമായ ആക്രമണത്തിൽ 200ഓളം പേർ കൊല്ലപ്പെട്ടതായാണ് പ്രക്ഷോഭകർ പറയുന്നത്. പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ സന്നദ്ധ സംഘടനയായ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നിരോധനത്തെ തുടർന്നാണ് ജനകീയ പ്രക്ഷോഭം ആരംഭിച്ചത്. പാക് ഭരണകൂടം സൈന്യത്തെ ഉപയോഗിച്ച് പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ നടത്തിയ ശ്രമം രക്തച്ചൊരിച്ചിലിന് കാരണമായി. പാക് ഭരണകൂടത്തിൽ നിന്നും സ്വാതന്ത്ര്യം വേണമെന്ന ആവശ്യവും പ്രക്ഷോഭകർ മുന്നോട്ട് വയ്ക്കുന്നു. പാക് ഭരണകൂടം തങ്ങളെ 2ാം തരം പൗരന്മാരായാണ് കണക്കാക്കുന്നതെന്നാണ് പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾ പറയുന്നത്. ജനം, ഡൽഹി.